തീർച്ചയായിട്ടും ഇതിലൊരു ബത്തേരി മോഡൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഈ കത്തിലേക്ക് വന്നാൽ അതിൽ പറയുന്ന വളരെ വൈകാരികമായൊരു വാചകം ഇതാണല്ലോ: 50 കൊല്ലം കോൺഗ്രസിന് വേണ്ടി ജീവിതം തുലച്ച ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പാർട്ടിയിലെ അനുഭവങ്ങൾ പറഞ്ഞ് പാർട്ടിയെ നശിപ്പിക്കുവാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ ആരോടും പങ്കുവയ്ക്കാഞ്ഞത്. അരനൂറ്റാണ്ട് കാലത്തെ പാർട്ടി ജീവിതത്തിനിടയിൽ ഒരേ ഒരു തവണ മാത്രമാണ് ഈ NM വിജയൻ പാർട്ടി വിട്ടുപോയത്. അത് DICയിലേക്കായിരുന്നു. അത് വളരെ ചുരുങ്ങിയ കാലം. അതൊഴിച്ചു നിർത്തിയാൽ അങ്ങേയറ്റം പാർട്ടിയുടെ കൂറും വിധേയവും ഉണ്ടായിരുന്നു NM വിജയന്. പാർട്ടിയെ പ്രാണവായു പോലെ സ്നേഹിച്ചൊരു മനുഷ്യനെ ഒടുവിൽ പാർട്ടി വഞ്ചിച്ച കഥയാണ് NM വിജയൻ്റേത്. എങ്ങനെയാണ് എന്നുള്ളത് ആസൂത്രിതമായ വഞ്ചന അതിനകത്തുണ്ട്. ആസൂത്രിതമായൊരു തട്ടിപ്പുണ്ട്. ഇതൊരു ബത്തേരി മോഡൽ തട്ടിപ്പായി മാറുകയാണ്. കരുവന്നൂർ മോഡൽ തട്ടിപ്പ് നമ്മൾ കേട്ടതുപോലെ ബത്തേരി മോഡൽ തട്ടിപ്പ് എങ്ങനെയാ? നിയമന തട്ടിപ്പാണ്. എങ്ങനെയാ ഇത് നടക്കുക? ഈ നിയമന തട്ടിപ്പ് നടക്കുന്നത് പണം കൈപ്പറ്റുന്നത് DCC ഭാരവാഹികളായിരിക്കുന്നവരും MLA മാരുമാണ്. ഈ ആത്മഹത്യയിൽ കുറിപ്പിൽ പരാമർശിക്കുന്ന പേര് വിവരങ്ങൾ അത് ശരിയാണെങ്കിൽ അതിൽ IC ബാലകൃഷ്ണൻ, അതോടൊപ്പം പൗലോസ്, ഈ KK ഗോപിനാഥൻ, ND അപ്പച്ചൻ, ഇവരുടെ പേരുകളാണ്. അപ്പോൾ പല പല കാലങ്ങളിലായി ബത്തേരിയിൽ, പൂതാടിയിൽ, അതേപോലെ മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിയമനം വാഗ്ദാനം ചെയ്ത് പണം തട്ടുക. അതെങ്ങനെയാണ് പണം വാങ്ങുന്നത്? പണം വാങ്ങുന്നത് നേരിട്ടല്ല ഈ നേതാക്കൾ വാങ്ങുന്നത്, അതിനുവേണ്ടി ട്രഷററെ ഏൽപ്പിക്കുന്നു. അതാണ് ഞാൻ ബത്തേരി മോഡൽ എന്ന് പറയുന്നത്. കാരണം ബത്തേരി മോഡൽ എന്ന് പറയാനുള്ള കാരണം ട്രഷറർ ഔദ്യോഗികമായി പണം കൈപ്പറ്റുന്നുവെന്ന ധാരണ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഐസക് താമരച്ചാലിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് പണം കൈപ്പറ്റുന്നത്. പീറ്ററിൻ്റെ കയ്യിൽ ഉടമ്പടി വയ്ക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു നിയമനത്തിന് കോഴ നൽകിയതിന് ആദ്യമായി ഉടമ്പടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബത്തേരിയിൽ പീറ്റർ മാസ്റ്ററുടെ വ്യാജ ഈ കരാറ് പുറത്തു വരുമ്പോൾ അത് വ്യാജമാണ് എന്ന് പറയുമ്പോൾ ആ ഉടമ്പടി കരാറിൽ പറഞ്ഞിരിക്കുന്ന അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. NM വിജയന് പണം കൊടുത്തത് ആര് പറഞ്ഞിട്ടാണ്? IC ബാലകൃഷ്ണൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ പണം കൊടുത്തതിന് കോഴപ്പണത്തിന് പോലും ഒരു കരാറുണ്ടാക്കുന്ന ബത്തേരി മോഡൽ തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇതൊരു ചെറിയ കേസ് ആയിരിക്കില്ല. വിജിലൻസിൻ്റെ ഈ അന്വേഷണം ആഴത്തിൽ പോകണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി തന്നെ പറയാനുള്ളത്. ഇത് കരുവന്നൂരിനേക്കാൾ വലിയ ഒരു ബത്തേരി മോഡൽ തട്ടിപ്പാണ്. അങ്ങനെ ട്രഷററുടെ പേരിലാണ് പണം പിരിക്കുന്നത്. പണം പിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാധ്യത ആർക്കായി തീരും? സ്വാഭാവികമായിട്ടും ട്രഷറർക്കായി തീരും. അയാളോടാണ് ചോദിക്കുക. അപ്പോൾ ഓരോ തവണയും ജോലി കിട്ടാത്ത ആളുകൾ ട്രഷററോട് വന്ന് പണം ചോദിക്കും. ജോലിയാണെങ്കിലോ അതിനുശേഷം IC ബാലകൃഷ്ണൻ താല്പര്യമുള്ളവർക്ക് ജോലി മറിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊരു കേസ്. തീർന്നില്ല. 2013 BJP ഈ അർബൻ സഹകരണ ബാങ്ക് ഭരിക്കുന്ന സമയത്ത് അട്ടിമറിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ BJPയിലെ പ്രസിഡന്റിന് കൊടുത്തു എന്നാണ് ഈ കത്തിൽ പറയുന്നത്. മൊത്തം 32 ലക്ഷം രൂപയാണെന്ന BJP ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ട്രഷറർ എന്ന നിലയിൽ സ്വന്തം വീടും പണയപ്പെടുത്തി ഈ NM വിജയൻ എടുത്തിരിക്കുന്നതാണ് NM വിജയൻ കത്തിൽ പറയുന്നത്. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ഒരു ഭരണത്തെ അട്ടിമറിച്ചു കൊണ്ടുവരാൻ എന്തിനാ അട്ടിമറിക്കുന്നത്? ഈ പണം എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? പാർട്ടിയിലെ നിയമനത്തിന് വേണ്ടിയുള്ള കോഴയിൽ നിന്നാണ് ഈ പണം കണ്ടെത്തേണ്ടിയിരുന്നത്. നിയമനം 22ഓളം വേക്കൻസി ഉണ്ട്. പക്ഷേ എവിടെയാ പറ്റിപ്പോയത്? 2013 BJPയുടെ കയ്യിൽ നിന്ന് ഭരണം തിരിച്ചു പിടിച്ചെങ്കിലും നിയമനം നടത്താവുന്ന സമയമായപ്പോൾ BJP തിരിച്ചു പിടിച്ചു. അപ്പോൾ BJP അധികാരത്തിൽ വന്നതോടുകൂടി പണം വാങ്ങി 22 പേർക്ക് ജോലി നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതോടുകൂടി ഈ ബാധ്യത എവിടെ കുടുങ്ങി? കരുവന്നൂരിൽ എങ്ങനെയാണോ ഡിമോണിറ്റൈസേഷൻ അഥവാ നോട്ട് നിരോധനം ഒരു തട്ടിപ്പിന് കാരണമായി തീരുന്നത്, അതേപോലെ BJP ഭരണം പിടിച്ചതോടുകൂടിയാണ് ബത്തേരിയിൽ ഈ ബാധ്യത ഉണ്ടാവുന്നത്. ഈ ബാധ്യതയുടെ ഉത്തരവാദിത്വം ആർക്ക് മാത്രമായി ചുരുങ്ങി? ആർക്ക് വേണ്ടി പണം മുടക്കിയോ അവരാൽ വഞ്ചിക്കപ്പെട്ട NM വിജയന്റെ മാത്രം ബാധ്യതയായി തീർന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ സംഭവിച്ചത്. 65 ലക്ഷമായി പലിശയും കൂട്ടുപലിശയും സഹിതം 65 ലക്ഷമായിട്ടത് ഉയരുന്നു. ഇതാണ് ബത്തേരി മോഡൽ തട്ടിപ്പിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ട്രഷറെ മുൻനിർത്തി പണം വാങ്ങുക, നിയമനം കൊടുക്കാതിരിക്കുക, നിയമനത്തിന് കോഴ വാങ്ങിയവർ ട്രഷറെ സമീപിക്കുക, അപ്പോൾ ട്രഷററെ സ്വാധീനിച്ചുകൊണ്ട് ചെക്ക് കൊടുക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ബത്തേരി അടക്കമുള്ള ബാങ്കുകളിൽ നടന്നിരുന്നതായി നമ്മൾ ഈ ആത്മഹത്യാക്കുറിപ്പിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആഴമേറിയ അന്വേഷണം ഈ കാര്യത്തിൽ വേണം. ഈ വിവരം ഇനി രണ്ടാമത്തത്, ഈ വിവരം കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമായിരുന്നു. അതാണ് നേരത്തെ ആന്റോ അഗസ്റ്റിനും ഉണ്ണി ബാലകൃഷ്ണനും സൂചിപ്പിച്ചതുപോലെ ഒരു കമ്മീഷനെ വെച്ച് ഇതിനെക്കുറിച്ച് പഠിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ എടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഈ വിവരം എന്തുകൊണ്ടാണ് നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് തവണ പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അതിൽ നൂരാൻ ശ്രമിച്ചത്? എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റിനോട് ഈ കാര്യം ചോദിക്കുമ്പോൾ കത്ത് വീട്ടിൽ വന്ന് കിടപ്പുണ്ട്, ഞാൻ വീട്ടിൽ പോയതിനു ശേഷം വായിച്ചു കൊള്ളാം എന്ന് പറഞ്ഞത്? ഇന്നതല്ലേ പൊളിഞ്ഞു പാളീസായത്? ഒളിക്കാൻ ശ്രമിക്കുന്നത് എന്തും ഒരു നാൾ പുറത്തു വരുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും
ഈ വിഷയത്തിൽ ആടിത്തിമർത്ത ആ നാടകത്തിൻ്റെ യഥാർത്ഥ തിരക്കഥ ഇന്നിപ്പോൾ പൊളിഞ്ഞ് പാളീസായി പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഈ നേതാക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാ മൂന്നാമത്തെ ഒരു അസ്ത്രം അവർ പ്രയോഗിക്കുന്നു, കുടുംബത്തിന് നേരെ മെക്കിട്ട് കയറുക എന്നതാണ്. എങ്ങനെയാണോ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഈ കുടുംബ വൈരാഗ്യമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന തെറ്റായ പ്രചരണവേല നടത്തിയത്, അതിനേക്കാൾ അതിനിന്ദ്യമായ രീതിയിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഈ കുടുംബത്തെ കിടന്ന് ആക്രമിക്കുകയാണ്. അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം അത്രേ. ആ കുടുംബത്തിൽ നിന്ന് വന്ന് ഭക്ഷണം അവിടെ താമസിച്ച് ആ അരനൂറ്റാണ്ടുകാലം കോൺഗ്രസിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പടുവൃദ്ധന്റെ ജീവിതത്തെ, ആ കുടുംബത്തെ ഇതിലും അധികം എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റിന് ആക്ഷേപിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ആ കുടുംബത്തോട് മാപ്പ് പറയണ്ടേ കോൺഗ്രസ് പ്രസിഡന്റ്? ഇനി പ്രതിപക്ഷ നേതാവ് എന്താ പറയുന്നത്? ആ കുടുംബം ഭീഷണിപ്പെടുത്തിയത്രേ. എന്നാ ഭീഷണിപ്പെടുത്തുന്നത്? 3-ാം തീയതിയാണ് പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോകുന്നതെന്നാണ് ഈ കുടുംബം പറയുന്നത്, പറവൂരിലെ വീട്ടിൽ. അതായത് ഈ സഞ്ചയനം കഴിഞ്ഞ് ചിതയിലെ ചാരം അണയും മുൻപ് ഈ പ്രതിപക്ഷ നേതാവിനെ പോയി കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ്. അവിടെ ഭീഷണിപ്പെടുത്താൻ വന്നതല്ലെന്ന് അവർ നമ്മളോട് പറയുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. മാത്രവുമല്ല, ആ നിമിഷം വരെയും കത്ത് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് തന്നിട്ടില്ല, പോലീസിന് കൊടുത്തിട്ടില്ല. അതുവരെയും കാത്തിരുന്നു. 2-ാം തീയതി കഴിഞ്ഞതിന് ശേഷം 2ഉം 3ഉം 4ഉം 5ഉം തീയതി വരെ കാത്തിരുന്നു അവർ. 6-ാം തീയതി മാത്രമാണ് ആ കത്ത് മാധ്യമം. അല്ല, അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഈ കത്ത് താങ്കളെ ഏൽപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഇക്കാര്യത്തിൽ താങ്കൾ നടപടി എടുത്തില്ല എങ്കിൽ ഇത് ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അതാണ് ഭീഷണി. ഇത് അവരുടെ അച്ഛനല്ലേ മരിച്ചിരിക്കുന്നത്? അതായത് കത്തിലുണ്ടല്ലോ. കത്തിൽ ഈ NM വിജയൻ പറഞ്ഞിരിക്കുന്ന വാചകമാണ്. അതിന് പ്രതിപക്ഷ നേതാവിന് തോന്നിയത് ഭീഷണിയുടെ ശബ്ദമായിട്ടാണ്. എനിക്ക് പ്രതിപക്ഷ നേതാവിനോടും KPCC പ്രസിഡന്റിനോടും പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങളുടെ പാർട്ടിയിൽ പ്രാണനെ പോലെ സ്നേഹിച്ച ഒരു മനുഷ്യൻ്റെ മക്കൾ വന്ന് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിനോട് ഇത്രയും നിർവികാരികമായി നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ സാധിച്ചത്? അതിന്റെ അകത്ത് KPCC പ്രസിഡന്റിനെതിരെ ആരോപണമില്ല, പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണമില്ല. ആരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്? IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ തൻ്റെ പ്രതിച്ഛായ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പക്ഷേ ആ കുടുംബത്തിന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ഒരു തീരാവേദനയായിട്ടത് മാറുന്നു. ഇനി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ആത്മഹത്യയിലേക്ക് പെട്ടെന്ന് നയിച്ച കാര്യം ഇന്ന് ഗോപിനാഥൻ പറഞ്ഞ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കുടുംബത്തിലെ 2ാമത്തെ കുഞ്ഞ്, ഭിന്നശേഷിക്കാരനായ ഈ കുഞ്ഞ്, അയാൾക്ക് അവിടെ നേരത്തെ 200 രൂപ പ്രതിദിനം ശമ്പളത്തിൽ അവിടെ ജോലി താൽക്കാലികമായിട്ട് നൽകിയിരുന്നു. 7 വർഷം ജോലി ചെയ്തു. 7 വർഷം ജോലി ചെയ്തപ്പോൾ അവിടെ രാജശേഖരൻ എന്ന പേരുള്ള മറ്റൊരാൾ വരുമ്പോഴാണ്, അയാൾ കോൺഗ്രസ്സുകാരനാണ്, അയാൾ വരുന്ന ഘട്ടത്തിലാണ് ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്. അപ്പോൾ ആ അച്ഛൻ എഴുതുകയാണ്, എൻ്റെ മകനെ കൂടി ജോലി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇനി ഭിക്ഷയാചിക്കേണ്ടി വരുന്നത് ആലോചിക്കാൻ കഴിയില്ല. അത്തരമൊരവസ്ഥയിൽ സ്വന്തം മകന് വിഷം കൊടുത്ത് മരിക്കേണ്ടി വരുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ മരണത്തിൽ പോലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എൻ്റെ പാർട്ടിയെ കളങ്കപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. ഒരു മകന് വിഷം കൊടുത്ത് മരിക്കാൻ തയ്യാറാവുന്ന ഒരു വൃദ്ധൻ്റെ മനസ്സ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമെങ്കിൽ അത് എത്രത്തോളം വൈകാരികമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, ആ ബാങ്ക് ഭരിക്കുന്നത് കോൺഗ്രസ്. ശരി, ഈ മരിച്ച ആളാരാ? കോൺഗ്രസിന്റെ ജില്ലാ ട്രഷറർ. ഈ അയാളുടെ മകൻ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരൻ. നിങ്ങൾ ആരോടാണ് കരുതൽ? ഇനി അവിടെ ജോലി പുതിയതായിട്ട് കൊടുക്കുകയല്ല, 7 വർഷമായിട്ട് ജോലി അവരെ മാറ്റിയിട്ട് പുതിയ ആളെ കൊടുക്കുകയാണ്. 200 രൂപ മാത്രം കൊടുക്കുന്ന താൽക്കാലിക ജോലി എന്തിനാണെന്ന് അറിയാമോ? ആ പൈസ കൊണ്ടുവന്ന ആ കുടുംബത്തിന് എന്തെങ്കിലും ഉണ്ടാക്കാനല്ല, ആ കുഞ്ഞിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് താൻ പുറത്തു പോകുമ്പോഴോ മറ്റു ഘട്ടങ്ങളിലോ ഈ കുഞ്ഞിനെ നോക്കാൻ വീട്ടിൽ ആരുമില്ല. അയാൾ അവിടെ വിജേഷ് ജോലിക്ക് പോകും, പത്മജ ജോലിക്ക് പോകും. ഭാര്യ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ അവിടെ ബാങ്കിൽ ചുറ്റിപ്പറ്റി നിൽക്കാം, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. അത് അവകാശപ്പെട്ടതല്ലേ? ആ 200 രൂപ പ്രതിദിനം ജോലി കിട്ടുന്ന ജോലി നഷ്ടപ്പെടുത്തി എന്നുള്ളതൊരു വലിയ മാനസിക വിഷമായി കിടക്കുന്നു. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ കൂടെ 65 ലക്ഷം രൂപ പാർട്ടിക്ക് വേണ്ടി ലോൺ എടുത്ത തുകയിൽ പലതും ഭീമമായ തുകയെ മാറുന്നു. ഇത് കൂടാതെ സാമ്പത്തിക പ്രാരാബ്ദങ്ങളുണ്ട്. ഭാര്യ ചികിത്സിച്ചതിൻ്റെ പേരിൽ 10 ലക്ഷം ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ പത്മജയ്ക്ക് വേണ്ടി ചെറിയ പണമിടപാട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. അതുകൊണ്ട് PP ദിവ്യയുടെ കാര്യത്തിൽ എന്താണോ കോൺഗ്രസ് എടുത്ത നിലപാട്, അതിനേക്കാൾ ഒരു പടി കൂടി ഗൗരവമേറിയ വിഷയമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. PP ദിവ്യയുടെ കാര്യത്തിൽ ആത്മഹത്യക്കുറിപ്പില്ല. അവിടെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുടെ കാരണം ഇനിയിപ്പോൾ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആക്ഷേപങ്ങളും നിലവിലുണ്ട്. പക്ഷേ ഇവിടെ ആത്മഹത്യാക്കുറിപ്പുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ സാക്ഷിമൊഴികൾ വന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഐസക് താമരച്ചാലിലുണ്ട്, നമ്മുടെ മുമ്പിൽ ഷാജിയുണ്ട്, നമ്മുടെ മുമ്പിൽ പീറ്ററുണ്ട്, പത്രോസുണ്ട്. ഈ സാക്ഷിമൊഴികളെല്ലാം പോലീസ് കേസുണ്ട്. അപ്പം ഇതിൽ PP ദിവ്യ അറസ്റ്റിലാവുന്നതിനേക്കാൾ നവീൻ ബാബുവിൻ്റെ മരണത്തേക്കാൾ ഗുരുതരമായ ഒരു രാഷ്ട്രീയ ക്രിമിനൽ സാഹചര്യം ഒത്തിണങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിന് ആനുപാതികമായ പ്രതിഷേധം നമ്മുടെ നാട്ടിൽ കാണുന്നില്ല എന്നതാണ് എന്നെ
വിസ്മയിപ്പിക്കുന്നത്. നോക്കൂ, ഇത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നാക്കിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാക്ക് വന്നതെന്നിരിക്കട്ടെ. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അന്തവും കുന്തവും ഇല്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ കേരളം ഇങ്ങനെ ഇരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ തത്തുല്യമായൊരു പദപ്രയോഗമല്ലേ KPCC പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്? ആ രീതിയിൽ കേരളം എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് PPDB-യുടെ കാര്യത്തിൽ ഇളക്കി മറിച്ചതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ കാണാതെ പോകുന്നത്? അതിന് മാധ്യമങ്ങളെയല്ല നിങ്ങൾ KPCC പ്രസിഡന്റിന്റെ വാക്കുകൾ വിസ്തൃതമാണ്. വിസ്തൃതമാണ്. അപ്പം അതുകൊണ്ട് അത് മാധ്യമങ്ങളുടെ മേലിലല്ല നിങ്ങൾ കുതിര കയറേണ്ടത് എന്ന് മാത്രം ആലോചിക്കുക. Meet the editors.